ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 നവോദയ എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈം നമ്പറിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞത്. അതിൽ 2ഉം 3ഉം പ്രൈം നമ്പറാണെന്ന് അറിയാം. പിന്നെ 6ൻ്റെ ടേബിൾ എഴുതാൻ പറഞ്ഞു. 6, 12, 18, 24, 30, 36, 42, 48, 54, 60 വരെ എഴുതാൻ പറഞ്ഞു. ഇനി 100 വരെ എഴുതാം നമുക്ക്. 100 വരെ എന്ന് വെച്ചാൽ 6ൻ്റെ മൾട്ടിപ്പിൾ 100ൻ്റെ ഉള്ളിൽ. അപ്പോൾ 66, 72, 78, 84, 90, 96. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈം നമ്പേഴ്സാണ് കേട്ടോ. അല്ല, പ്രൈം നമ്പേഴ്സ് അല്ല, 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറയണത് എപ്പോഴും ഈ 6ൻ്റെ മൾട്ടിപ്പിളിനെ തൊട്ടടുത്തായിട്ടായിരിക്കും മാക്സിമം ഉണ്ടാവുക. അപ്പോഴും ഞാൻ പറയുന്നു എല്ലാ നമ്പറും അല്ല, മാക്സിമം ഉണ്ടാവും എന്നേ പറയുന്നുള്ളൂ. സോ 6ൻ്റെ പ്രീ പറഞ്ഞാൽ മുന്നിൽ, പ്രിസീഡിങ് നമ്പർ 5 ആണ്. സക്സീഡിങ് ഇല്ലെങ്കിൽ ഫോളോയിങ് നമ്പർ 7 ആണ്. ഓക്കെ, അപ്പോൾ 5ഉം 7ഉം നമുക്ക് എന്താണ് പ്രൈം നമ്പറായിട്ട് കിട്ടി. 5ഉം 7ഉം. അടുത്തത് 12ൻ്റെ പ്രിസീഡിങ് നമ്പർ എത്രയാ? 11ഉം 13. സക്സീഡിങ് നമ്പർ അല്ലെങ്കിൽ ഫോളോയിങ് നമ്പർ 13. ഇവിടെ എത്ര വരും? 17ഉം 19. ഇവിടെ എത്ര വരും? 25. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള 5, 7, 11, 13, 17, 19, 23 വരെ എല്ലാം പ്രൈം നമ്പർ ആയിരുന്നു. ഞാൻ അതൊക്കെ എഴുതി കൊടുക്കണം. 5, 7, 11, 13, 17, 19, 23. പക്ഷേ 25 ഒരു പ്രൈം നമ്പർ അല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 2 മുതൽ 23 വരെ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഈ നമ്പറൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ അതിൻ്റെ ടേബിളിലും, ഈ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ടേബിളും പിന്നെ 1ൻ്റെ ടേബിളിലും മാത്രമേ ഈ നമ്പറൊക്കെ വരുള്ളൂ. അത് കാരണമാണ് ഇതിനെ നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ 25ൻ്റെ കേസിൽ മാറ്റമുണ്ട്. 1ൻ്റെ ടേബിളിൽ 25 വരും, 5ൻ്റെ ടേബിളിൽ 25 വരും, പിന്നെ 25ൻ്റെ ടേബിളിലും 25 വരും. അപ്പോൾ 3 ടേബിളിൽ വരുന്നു. 2ൽ അധികം ഉള്ള ടേബിളിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ അല്ല. ഓക്കെ, മനസ്സിലായ? നെക്സ്റ്റ് 29, 31, 35, 37. ഈ 29ഉം ഈ പറഞ്ഞ 31ഉം പ്രൈം നമ്പറാണ്. പക്ഷേ 37ഉം പ്രൈം നമ്പറാണ്. പക്ഷെ 35 പ്രൈം നമ്പറാണോ? അല്ല. എന്താ റീസൺ? 1ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്, 5ൻ്റെ ടേബിളിൽ, പിന്നെ 7ൻ്റെ ടേബിളിൽ, പിന്നെ 35ൻ്റെ ടേബിളിൽ. അങ്ങനെ 2ലധികം ടേബിളിലാണ് വരുന്നത് 35. അത് കാരണം 35 പ്രൈം നമ്പർ അല്ല. ഓക്കെ, അടുത്തത് 41, 43. ഇത് രണ്ടും പ്രൈം നമ്പറാണ്. 47, 49. 49 പ്രൈം നമ്പറാണോ? അല്ല. എന്താ റീസൺ? എന്താ? 3 ടേബിളിൽ വരുന്നുണ്ട്. 1ൻ്റെ ടേബിളിൽ, പിന്നെ 7ൻ്റെ ടേബിളിൽ, പിന്നെ 49ൻ്റെ ടേബിളിൽ. അത് കാരണം ഇത് പ്രൈം നമ്പർ അല്ല. അടുത്തത് 53, 55. 55 പ്രൈം നമ്പർ ആണോ? അല്ല. എന്താ റീസൺ? ഏതൊക്കെ ടേബിളിലാണ് വരുന്നത്? യെസ്, കറക്റ്റ്. 5ൻ്റെ ടേബിളിൽ വരും, പിന്നെ 1ൻ്റെ ടേബിളിൽ വരും, പിന്നെ 55ൻ്റെ ടേബിളിൽ വരും, പിന്നെ ഒന്നും കൂടി ഉണ്ട്, 11ൻ്റെ ടേബിളിലും വരും. ഇതാണ് 55 പ്രൈം നമ്പറല്ല. 59 പ്രൈം നമ്പറാണ്. 61 പ്രൈം നമ്പറാണ്. 51
പിന്നെ 59, 61 പ്രൈം നമ്പറാണ്. ഇനി അടുത്ത് വരുന്ന നമ്പർ ഏതാ? 65, 67, 71, 73, 77, 79, 83, 85, 89, 91, 95, 97. നോക്കൂ, 5 മാത്രമാണ് പ്രൈം നമ്പർ ഉള്ളൂ. 5 ലാസ്റ്റിൽ അവസാനിക്കുന്ന നമ്പർ ഉണ്ടാവില്ലേ, ഈ നമ്പർ, ഇത് പ്രൈം നമ്പർ അല്ല. അതേപോലെ ഇവിടെ ഇത് പ്രൈം നമ്പർ അല്ല, ഇതും പ്രൈം നമ്പർ അല്ല. 5 മാത്രമാണ് പ്രൈം നമ്പർ. 5 കൊണ്ട് അവസാനിക്കുന്ന നമ്പർ ഒന്നും എന്തല്ല, പ്രൈം നമ്പർ അല്ല. അപ്പോൾ അത് വേഗം തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി 67 പ്രൈം നമ്പറാണ്, 71 പ്രൈം നമ്പറാണ്. 67, 71, 73. പക്ഷേ 77 ഇങ്ങനെ സെയിം നമ്പർ വരില്ലേ? ഇപ്പോൾ 1, 1, 2, 2, 3, 3, 4, 4 ഇങ്ങനെ വരുന്ന സെയിം നമ്പർ 2 ടൈംസ് റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അത് കാരണം 77 വരില്ല, ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് നമ്പർ 79 വരും, 83 വരും, 89 വരും. പക്ഷെ 91 വരില്ല. 91 വരില്ല. എന്താ റീസൺ? 91 ഏതൊക്കെ ടേബിളിലാണ് വരിക എന്നറിയാവോ? 17ൻ്റെ ടേബിൾ ഇപ്പോൾ എഴുതിയില്ലേ, അതിൽ 91 വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അപ്പം ഇത് വരില്ല. പിന്നെ 97 വരുമോ? വരും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, 90നും 100നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പർ ഉണ്ട്? ഒരേ ഒരു പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ. അത് 97ആണ്. 90നും 100ൻ്റെയും ഇടയ്ക്ക് ഒരേ ഒരു പ്രൈം നമ്പർ തന്നെ ഉള്ളൂ. അതേതാണ്? 97 മാത്രമാണ്. ഓക്കെ, അപ്പം എത്ര ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്യൂ. ടോട്ടലായിട്ട് ഞാൻ പ്രൈം നമ്പർ എഴുതിയിട്ടില്ലേ, അത് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യൂ. അപ്പം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളൂ. 1നും 100ൻ്റെയും ഇടയ്ക്ക് 25. ഹൗ മെനി പ്രൈം നമ്പേഴ്സ്? എഴുതി വെച്ചോളൂ കേട്ടോ. ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ there between 1 to 100? 1ൻ്റെയും 100ൻ്റെയും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ there between 1 to 50? 1 100 വരെ 25 പഠിച്ചു. 1 മുതൽ 50 വരെ എത്ര എണ്ണം ഉണ്ട് നോക്കൂ. പതിനഞ്ച്. കൗണ്ട് ചെയ്യാനോ അറിഞ്ഞില്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 വരെ. ഇത് കഴിഞ്ഞ് 50ന് മേലെയുള്ള നമ്പറല്ലേ 15 കേട്ടോ. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഡയ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തന്നിരുന്നു, അത് നീ ചെയ്തയച്ചോ? എന്തേ ചെയ്തില്ല ഇത്ര ദിവസമായിട്ട്?
ദയ എക്സാമിന് എത്ര ദിവസം ഉണ്ടെന്ന് വെച്ചിട്ടാ? ഇത് സീരിയസ്നെസ്സോടുകൂടി ഇരിക്കട്ടെ. ഇനിയോ 4 ദിവസമേ ഉള്ളൂ. എല്ലാവരുടെ കയ്യിലും കോൾ ലെറ്റർ കിട്ടിയില്ലേ? കിഷാന്റെ കയ്യിൽ കോൾ ലെറ്റർ കിട്ടിയിട്ടുണ്ടോ? ദയയും അവന്തികയും അയച്ചു തന്നു. ദയ ഒന്നും കൂടി അയക്കണം കേട്ടോ, ഒന്ന് ക്ലിയർ ആയിട്ട് അയക്കണേ. കിഷാൻ എനിക്ക് കോൾ ലെറ്റർ അയച്ചു തരണം. സോ നമ്മൾ അർത്ഥമെറ്റിക് സെഷനാണ് നോക്കാൻ പോകുന്നത്. ഈ അർത്ഥമെറ്റിക് സെഷനിൽ ആദ്യം കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 41. എ ഗ്രൂപ്പ് ഓഫ് 80 സ്റ്റുഡൻസ്. ദയക്ക് ഇന്ന് ലീവല്ലേ? ചിലപ്പോ ഒന്നുമില്ല, ഇന്ന് സ്കൂളില്ല. അല്ല, ഡാൻസ് ഉണ്ട്. ഈ എക്സാം കഴിയണ വരെ ഡാൻസ് മാറ്റി വെക്കാൻ പറ്റില്ല? പഠിക്കാൻ കുറേ ഉണ്ട് ദയ. നമുക്ക് എക്സാം ടൈമിൽ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് കിട്ടാൻ നല്ലപോലെ ചാൻസ് ഉണ്ട്. നീ ഒന്ന് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. മനസ്സിലായോ? ടെസ്റ്റ് എഴുതി തന്നിട്ട് നീ എവിടേക്കാ വെച്ചാൽ പോയിക്കോ. ഇന്ന് അടുത്ത ടെസ്റ്റും കൂടി ഞാൻ തരും. നീ ഒന്ന് പെൻഡിങ്ങിലുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഡൗട്ട് എന്ന് അറിഞ്ഞാലേ അത് ക്ലാരിഫൈ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് 80 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, 80 സ്റ്റുഡൻസ് ഉണ്ട്. വെൻറ്റ് ഓൺ എ പിക്നിക്. അവർ പിക്നിക്ക് പോയി. 20% 20% ഓഫ് സ്റ്റുഡൻസ് ആർ ഗേൾസ്. അപ്പോൾ 80ൻ്റെ 20% എത്രയും നോക്കണം. 20ൻ്റെ 20% ഓഫ് 80 എത്രയും നോക്കണം. എങ്ങനെയാണ് നോക്കേണ്ടത്? 20% നമ്മൾ എങ്ങനെ എഴുതണം? 20/100 എന്ന് എഴുതണം. ഓഫിന് പകരം ഇൻറ്റു എഴുതി കൊടുത്തോളൂ. 80 എഴുതി കൊടുത്തു. 20 100ൽ 5 തവണ ഉണ്ട്. ഇനി 80നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. 80 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 8ൽ 5 ഒരു തവണയുണ്ട്, ബാലൻസ് 3 കിട്ടും. 0 ഇറക്കി 30ൽ 5 16 തവണയുണ്ട്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് എത്രയാണ്? 16. ഇതിനാണ് 16ൻ്റെ ടേബിൾ പഠിക്കാൻ പറഞ്ഞത്. 16 5 80 നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നോ? എഴുതിണ്ടായിരുന്നോ? കിഷാൻ്റെ അടുത്തും അവന്തികയുടെ അടുത്തും പറഞ്ഞിരുന്നു 16ൻ്റെ ടേബിൾ എഴുതാൻ. 16 5 എത്രയാണ്? 80. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് 80 സ്റ്റുഡൻസ് വെൻറ്റ് ഓൺ എ പിക്നിക് എന്ന് പറഞ്ഞു. അതിൽ 20% ഗേൾസ് ആണ്. അപ്പോൾ ബാക്കിയുള്ളത് ആരായിരിക്കും? അപ്പോൾ 20ൻ്റെ ബാക്കി എത്രയായിരിക്കും? നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ 100% എടുക്കേണ്ടത്. അപ്പോൾ 20% ബോയ്സ് ആണെങ്കിൽ ബാക്കിയുള്ള 80% എന്തായിരിക്കും? ബോയ്സ് ആയിരിക്കും. അപ്പോൾ 80% ഓഫ് 80 നോക്കുക. അപ്പോൾ എത്ര വരും? ഇതും ക്യാൻസലായി, ഈ 0 ക്യാൻസലായി. 8 8 64 കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 80 ആണല്ലോ 100%, അതിൽ നിന്ന് 16 മൈനസ് ചെയ്താലും നിങ്ങൾക്ക് 64 കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, ഹൗ മെനി ഗേൾസ് ഷുഡ് റീപ്ലേസ് ദ ബോയ്സ് സോ ആസ് ടു മേക്ക് ദ ബോയ്സ് ആസ് 70%. അപ്പോൾ ഇനി എത്ര ഗേൾസിനെ നമ്മൾ കുറച്ചും കൂടി ചേർത്തി കഴിഞ്ഞാൽ അവിടെ 80% എന്നുള്ള ബോയ്സ് 70% ആവും എന്നാണ് ചോദ്യം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 70% എത്രയെന്ന് അറിയണ്ടേ? അപ്പോൾ ഈ 80ൻ്റെ 70% എത്രയെന്ന് നോക്കൂ. സോ 70/100 ഇൻറ്റു 80. ഈ ഒരു 0 കട്ടാവും, ഈ ഒരു 0 കട്ടാവും, 56. അപ്പോൾ ഇവിടെ ബോയ്സിൻ്റെ എണ്ണം 64 നമുക്ക് 70% വേണ്ടുള്ളൂ. അപ്പോൾ 56 പേര് വേണ്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? 80ന്ന് ഈ 64ന്ന് ഈ 56 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 8 വരിക. ഈ 8 പേര് നമുക്ക് ഈ ബോയ്സിൻ്റെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 70% മാറും.
അപ്പോൾ 70% മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബോയ്സിൻ്റെ 64-ന് 8-നെ കുറയ്ക്കണം. മനസ്സിലായ? ആ 8-നെ എവിടെ ചേർത്തണം? ഗേൾസിൻ്റെ ഒപ്പം ചേർത്തണം. അപ്പോൾ പുതിയത് ഗേൾസിൻ്റെ നമ്പർ ഓഫ് ഗേൾസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ഗേൾസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? 20% എത്രയായിരുന്നു? 16 പേരായിരുന്നു. അതിൻ്റെ കൂടെ 8-നെ കൂട്ടു. ഈ 8 എന്ന് പറയുന്നത് എങ്ങനെ വന്നു? അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 80% ബോയ്സ് വേണ്ട, അതിന് പകരം 70% മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 56 എടുക്കുന്നുള്ളൂ ബോയ്സിന്. ബാക്കിയുള്ള 64-ത്തെ ബാക്കിയുള്ളത് 8-ആണ്. ആ 8-ആണ് ഇവിടെ ഗേൾസിൻ്റെ ഒപ്പം ചേർത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഗേൾസ് 24 ബോയ്സ് 70%. 70% പറയുന്നത് 80-ൻ്റെ 70% എത്രയാണ്? 56. സോ ബോയ്സിൻ്റെ എണ്ണം 54. അപ്പോൾ നോക്കൂ, 24-ഉം 56 കേട്ടോ. 56-ഉം കൂട്ടിക്കഴിഞ്ഞാൽ 80 കൃത്യമായിട്ട് വരുന്നില്ലേ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോ ആസ് ടു മേക്ക് ദ ബോയ്സ് ആസ് 70%. അപ്പോൾ 8 പേരിനെയാണ് നമ്മൾ കൂട്ടേണ്ടത്. 8 പേരിനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ആൻസർ കൃത്യമായിട്ട് വരിക. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ആൻസർ 8. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ 42. A 1250 meter long train covers a distance of 1 kilometer in 2 minutes. Okay, it crosses another stationary train in 4 minutes. The length of the stationary train. ഈ ക്വസ്റ്റ്യൻ ഇത് ഏതിന് താഴെ വരുമെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൻ്റെ താഴെയാണ്. അത് നിങ്ങൾക്ക് എടുത്തിട്ടില്ല. ഞാനത് വീഡിയോ ആക്കിയിട്ട് ഇന്ന് യൂട്യൂബിൽ ഇടും. ആ ഒരു ടോപ്പിക്ക് നിങ്ങളത് നോക്കി പഠിച്ചോളൂ, കണ്ടു പഠിച്ചോളൂ കേട്ടോ. എന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എന്താ വെച്ചാൽ അത് കുറേ കോൺസെപ്റ്റ്സ് വരുന്നതാണ്. അത് ഞാൻ പറഞ്ഞു തരാനുള്ള ഇനി സമയമില്ലാത്തത് കാരണം ഇനി വീഡിയോ ആക്കിയിട്ട് ഒരു ക്ലാസ് ആക്കിയിട്ടിട്ട് ഇടാം. അതിൽ യൂട്യൂബിലിടാം, ഇന്ന് തന്നെ ഇടാം. അതൊന്ന് നോക്കണം കേട്ടോ നിങ്ങൾ. സോ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. എ 1250 meter long train covers a distance of 1 kilometer in 2 minutes. It crosses another stationary train in 4 minutes. The length of the train is. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് സംഭവം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ ഒരു പാലത്തിനെ ആദ്യം ഒരു ഡിസ്റ്റൻസിനെ കടക്കുന്നു. അപ്പം നിങ്ങൾ ട്രെയിൻ കണ്ടിട്ടുണ്ടോ? ട്രെയിൻ കണ്ടിട്ടുണ്ട്. യാത്ര ചെയ്തിട്ടുണ്ടോ ട്രെയിനിൽ? ആരൊക്കെയാണ് യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർ? ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിൻ യാത്ര സമയത്ത് ഈ ട്രെയിൻ ഇപ്പോൾ ഇതിന് മുന്നിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് സ്പീഡൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ സ്കൂളിൽ? സ്പീഡിനെ കുറിച്ച് ഇല്ല. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നതാണ് ഫോർമുല. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം.
സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്പീഡായി ചെയ്യ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ മീനിങ്? സ്പീഡ് എന്നതിൻ്റെ മലയാള പദം എന്താ? വേഗത. പക്ഷേ നമ്മൾ ഈ സ്പീഡ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ വാഹനങ്ങൾക്കാണ് നോക്കുന്നത്. സോ അത് കാരണം നമ്മൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ പറയും സ്പീഡായി പുറപ്പെടുക കേട്ടോ, സ്പീഡായി കഴിക്കി എന്നൊക്കെ പറയും. അവിടെയൊക്കെ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുന്നത് വേഗത എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വെച്ചിട്ടാണ്. വേഗത പറഞ്ഞാൽ വണ്ടികളിൽ വരുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വന്നിട്ട് നോർമൽ ഒരു ട്രെയിനിൽ പോവുകയാണ്. ഷൊർണൂരിൽ നിന്ന് കണ്ണൂർ പോവുകയാണെന്ന് വെച്ചോളൂ. മിനിമം 8 hours ആണ് എടുക്കുക. ഷൊർണൂരിൽ നിന്ന് കണ്ണൂർ മിനിമം 8 hours എടുക്കും ട്രെയിനിൽ. അപ്പം എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്കൊരു 6 മണിക്കൂറിലൊക്കെ എത്തണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ഈ വന്ദേ ഭാരതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? നോർമൽ ട്രെയിനേക്കാളും വന്ദേ ഭാരതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? സ്പീഡ് കൂടും. അപ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സ്പീഡ് ഇവിടെ ഉണ്ട്, ടൈം ഇതിന് ടൈം എന്ന് പറയണത് താഴെയായിട്ടാണ് ഉള്ളത് അല്ലേ? ഈ പറഞ്ഞ ഡിവൈഡഡ് ബൈ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് സയൻസിലും മാത്സിലൊക്കെ വരും. സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കുറയുമ്പോൾ സ്പീഡ് കൂടും. ഇപ്പോൾ കണ്ട, ടൈം കുറഞ്ഞു, 6 മണിക്കൂറായി, 8 മണിക്കൂറിൽ നിന്ന് 6 മണിക്കൂറായി. അപ്പോൾ എന്തായി ഇവിടെ? സ്പീഡ് കൂടിയില്ലേ അല്ലേ? സ്പീഡ് കൂടിയില്ലേ? സോ സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയും. അതേസമയം സ്പീഡ് കുറഞ്ഞു എങ്കിൽ, ഇപ്പോൾ കണ്ണൂർ എക്സ്പ്രസ് എടുക്കുകയാണെങ്കിൽ സ്പീഡ് കുറഞ്ഞു, അത് കാരണമാണ് എന്തായത്? ടൈം ഒരുപാട് എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്തോറും ടൈം കുറയും. സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ അവന്തികയ്ക്ക് സ്കൂൾ ലേറ്റായി, സ്കൂൾ 9 മണിക്ക് തുടങ്ങുമെന്ന് വിചാരിക്കുക. 10 മിനിറ്റ് മതി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്. പക്ഷേ ഇപ്പോൾ 9 മണിക്ക് തുറക്കും പറഞ്ഞല്ലോ, 10 മിനിറ്റിൽ സാധാരണയായിട്ട് നീ ഒരു സൈക്കിൾ എടുത്ത് പോവുകയാണെങ്കിൽ നിനക്ക് പോയിട്ട് അവിടെ എത്താൻ പറ്റും, 10 മിനിറ്റ് മതിയായിരുന്നു. പക്ഷേ നീ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം, 8:55 ഇറങ്ങുന്നത്. അപ്പം നീ സൈക്കിൾ എടുക്കുമോ ഇല്ല വേഗത കൂടിയ വണ്ടി എടുക്കുമോ, 2 വീലർ എടുക്കുമോ? 2 വീലർ എടുക്കുമോ? എന്ത് കാരണം? സൈക്കിളിനേക്കാളും 2 വീലർ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ സ്പീഡ് കൂടുതലാക്കി കഴിഞ്ഞാൽ എന്താവും? 5 മിനിറ്റിനുള്ളിൽ സ്കൂളിലെത്താനായിട്ട് സാധിക്കും. മനസ്സിലായ? അപ്പോൾ ഇതാണ് സ്പീഡ് കൂടുന്തോറും എന്ത് കുറയും? ടൈം കുറയും. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ ഈ ട്രെയിനിൻ്റെ കാര്യത്തിൽ സ്പീഡ് പറഞ്ഞാൽ ട്രെയിനിൻ്റെ സ്പീഡിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടെത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നില്ലേ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ട്രെയിനിൻ്റെ നീളം ഉണ്ടല്ലേ, നീളം, ലെങ്ത് ഓഫ് ദി ട്രെയിനിൻ്റെ നീളം പ്ലസ് എനി ഓബ്ജക്റ്റ്. അത് വന്നിട്ട് ഇപ്പോൾ ജീവനുള്ള ഓബ്ജക്റ്റ് ആണ് എങ്കിൽ, ജീവനുള്ള ഓബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഒരു ഡിസ്റ്റൻസ് ഇല്ലാത്ത ഓബ്ജക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഒരു മനുഷ്യനെ ഒരു ട്രെയിൻ കടന്നുപോയി എന്ന് പറയുകയാണ്. ഈ മനുഷ്യന് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ, ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് ഇല്ല. അതേപോലെ ഒരു പോയിൻ്റ്, ഒരു മനുഷ്യൻ, അതേപോലെ ഒരു പോയിൻ്റ്, ഒരു പുള്ളിയൊക്കെ വെക്കില്ലേ അത്, പിന്നെ ഒരു പോസ്റ്റ്, ഒരു പോസ്റ്റ്,
ഇതൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഡിസ്റ്റൻസ് ഇല്ല. അത് കാരണം ഇതിനെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ മനുഷ്യനെയോ പോയിന്റിനെയോ പോസ്റ്റിനെയോ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലെങ്ത് ഓഫ് ദി ട്രെയിനിനെ മാത്രം എഴുതിയാൽ മതിയാവും. ഓക്കെ, ഏതിനെയൊക്കെ കടന്നു പോകുമ്പോൾ മനുഷ്യന്മാരനെ, പോയിന്റിനെ, പോസ്റ്റിനെയൊക്കെ കടന്നു പോകുമ്പോൾ എന്താ വെച്ചാൽ മനുഷ്യനാവട്ടെ പോയിന്റിനാവട്ടെ ഈ പറഞ്ഞ പോസ്റ്റിനാവട്ടെ പ്രത്യേകിച്ച് ഒരു ഡിസ്റ്റൻസ് ഇല്ല. പോസ്റ്റ് പറഞ്ഞാൽ എന്തെന്നറിയോ? ഇപ്പം നിങ്ങൾ പോയിട്ടിരിക്കുമ്പോൾ പോസ്റ്റ് കാണിക്കില്ലേ? ട്രെയിനിൽ പോയിട്ടിരിക്കുമ്പോൾ ചിലവർ റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ നിൽക്കാനായിട്ട് നമ്മൾ റെയിൽവേ ട്രാക്ക് കടക്കാതിരിക്കാൻ, മുറിച്ച് കടക്കാതിരിക്കാൻ പോസ്റ്റ് കാണും അല്ലേ? കണ്ടിട്ടുണ്ടോ? അവിടെ റെഡ്, യെല്ലോ, ഗ്രീൻ പറഞ്ഞിട്ട് 3 ലൈറ്റ് കത്തുണ്ടാവും. ഗ്രീൻ എന്താണ് സൂചിപ്പിക്കുന്നത്? പോവാ. യെല്ലോ എന്താണ് സൂചിപ്പിക്കുന്നത്? സ്റ്റോപ്പ് ആണോ വെയിറ്റിംഗ് ആണോ? വെയിറ്റിംഗ്. റെഡ് എന്താ സൂചിപ്പിക്കുന്നത്? റെഡ് ആണ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തൂ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അങ്ങനത്തെ പോസ്റ്റ് കാണാം. പിന്നെ വന്നിട്ട് ഈ വണ്ടികൾ കറണ്ടിൽ ഓടുന്ന ട്രെയിൻ പോവുകയാണെങ്കിൽ മേലെ കൂടെ കറണ്ട് സപ്ലൈ ഉണ്ടാവില്ലേ? അതിനായിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പോസ്റ്റുകൾ കാണാം. അപ്പോൾ ഇതൊക്കെ പോസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ റോഡിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഉണ്ടാവില്ലേ, സ്ട്രീറ്റ് ലൈറ്റ്, അതിനെയൊക്കെ കൂടി നമ്മൾ പോസ്റ്റ് എന്നാ പറയാം. ഓക്കെ, സോ ഒരു മനുഷ്യനെയോ ഒരു പോയിന്റിനെയോ ഒരു പോസ്റ്റിനെയോ കടക്കാനായിട്ട് ഈ ട്രെയിനിന് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇല്ലാത്തത് കാരണം ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത് ഓഫ് ദി ട്രെയിൻ മാത്രം എഴുതുന്നു. ടൈം, ഇവർ എത്ര ടൈമാണ് എടുക്കുന്നത് ഈ ട്രെയിന് കടന്ന് ചെല്ലാൻ വേണ്ടിയിട്ട്? ഇവിടെയാണ് ട്രെയിനിൻ്റെ ഫസ്റ്റ് ഇത് വരുന്നത്. ഇത് കടന്ന് ചെല്ലുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലേ, ഈ ലാസ്റ്റ് ഭാഗം, ഈ ഭാഗം ഈ പറഞ്ഞ മനുഷ്യനെയോ ഈ പറഞ്ഞ പോയിന്റിനെയോ ഈ പറഞ്ഞ പോസ്റ്റിനെയോ കടന്ന് നിൽക്കുന്നു. അപ്പോൾ എങ്ങനെ നിൽക്കുന്നു വെച്ചാൽ ഇവിടെയാണ് മനുഷ്യൻ നിൽക്കുന്നത് വെച്ചാൽ ഇതിനെ കടന്നതിൻ്റെ ശേഷം ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലേ ട്രെയിനിൻ്റെ, അത് ഈ മനുഷ്യനെ കടന്നിരിക്കണം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത് ലെങ്ത് ഓഫ് ദി ട്രെയിൻ എന്ന്. അടുത്തത് ടൈം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനുള്ള ടൈം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 1250 മീറ്റർ ലോങ് ട്രെയിൻ. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദി ട്രെയിൻ ക്രോസസ് എ ഡിസ്റ്റൻസ്. ഇവിടെ എന്താ പറയുന്നത്? ഡിസ്റ്റൻസ്. മനുഷ്യനെ അല്ല, പോസ്റ്റിനെ അല്ല, ഒരു പോയിന്റിനെയോ അല്ല, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിനെ കടക്കുന്നു. ചിലപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട്, ബ്രിഡ്ജിനെ കുറിച്ച് പറയാറുണ്ട്. ഒരു ട്രെയിന് ഒരു പാലം കടക്കുന്നു, ബ്രിഡ്ജ് കിടക്കുന്നു. ഇല്ലെങ്കിൽ ഒരു ട്രെയിന് ഇനിയൊരു ട്രെയിനിനെ ക്രോസ് ചെയ്യുന്നു, ഒരു ട്രെയിന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിനെ ക്രോസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് നിങ്ങൾ സ്പീഡ് കണ്ടെത്തുമ്പോൾ ഡിസ്റ്റൻസിന് പകരം എഴുതുമ്പോൾ ലെങ്ത് ഓഫ് ദി ട്രെയിനും എഴുതണം, പ്ലസ് എത്ര ഡിസ്റ്റൻസ് ആണോ അവർ കടന്നിരിക്കുന്നത് ആ ഡിസ്റ്റൻസിൻ്റെ എണ്ണവും ഇവിടെ എഴുതി കൊടുക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ അവർ പറയുന്നുണ്ട് എ ഡിസ്റ്റൻസ് ഓഫ് 1 കിലോമീറ്റർ എന്ന് പറയുന്നു. സോ ഞാനിവിടെ എഴുതാണ് 1 കിലോമീറ്റർ എന്ന്. 1 കിലോമീറ്റർ കേട്ടോ. സോ സ്പീഡ് ഓഫ് ദി ട്രെയിൻ എന്ന് പറയുന്നത് 1250 മീറ്ററാണ് ട്രെയിനിൻ്റെ നീളം. പ്ലസ് പ്ലസ് അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ ചെയ്യാം, ഡിസ്റ്റൻസ് ആദ്യം കണ്ടെത്താം. ഡിസ്റ്റൻസ് ഇവിടെ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാത്രം എന്താണെന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ആ ട്രെയിൻ ഏതിനെ കിടക്കുന്നു? ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിനെ കിടക്കുന്നു. അപ്പോൾ ലെങ്ത് ഓഫ് ദി ട്രെയിൻ 1250 പ്ലസ് ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത് നമുക്ക്? A distance of 1 kilometer in distance of 1 kilometer in 2 minutes എന്ന് പറയുന്നു. It crosses another stationary train in 4 minutes. The length of the stationary train.
ഞാൻ ഒരു മിനിറ്റ് ഈ ക്വസ്റ്റ്യനെ ഞാൻ പോസ് ചെയ്യണം. എന്താ വെച്ചാൽ ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യനാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടേ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവുകയാണ്. ഈ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, ഇത് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ വീഡിയോ ഇടുമെന്ന് പറഞ്ഞില്ലേ, അതിൽ ഈ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, അതിൽ വന്നിട്ട് സ്റ്റാർട്ടിങ് മുതൽ എന്താണ് ട്രെയിന്, എങ്ങനെയാണ് കിടക്കുന്നത്, എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് സ്പീഡ് എന്നുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്യും. അതിൽ ഈ ക്വസ്റ്റ്യൻ കൂടി സോൾവ് ചെയ്തിടാം കേട്ടോ. ഓക്കെ, ഇതിൽ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ പോകാം. 43. സമയം എത്രയായി? അയ്യോ 7 മണിയായോ? ഓക്കെ, ഇന്ന് ഈവനിങ് ക്ലാസ് മിക്കവാറും ഞാൻ വെക്കുന്നുണ്ടാവും കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം തന്നെ പറയാം ക്ലാസ് ഉണ്ടാവുമല്ലോ എന്നൊരു മിനിറ്റ്.